അസ്സലാമലൈക്കും. ചെസ് നമ്പർ 132. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് കോൺ വടയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള 2 സ്വീറ്റ് കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഇത് ഉരിഞ്ഞെടുത്തിട്ട് 2.5 കപ്പ് ഉണ്ട്. അതൊന്ന് ഞാൻ മിക്സിയിൽ ചതുക്കി എടുത്തിട്ട് ബൗളിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ് തൊലിയൊക്കെ മാറ്റി ചെറുതായി ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇതിൽ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സായ ശേഷം 1 കപ്പ് അളവിൽ കടലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കുക. സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായി മിക്സ് ആക്കുക. കൈ വെച്ച് തന്നെ കുഴക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ ഓയിലിലേക്ക് നമ്മൾ പരിപ്പ് വടയൊക്കെ ഷേപ്പാക്കുന്നത് പോലെ ഷേപ്പാക്കുക. അതിനുശേഷം ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചൂടായ ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞ ഉടൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കുക, അല്ലെങ്കിൽ വടയുടെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടൂല. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സ്വീറ്റ് കോൺ വട തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തേങ്ങാ ചട്നീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓയിലൊന്നും ഒട്ടും കുടിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.